ഹൗസിംഗ് ലോണിന് ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും ടാക്സിൻ്റെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിഡക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. അതായത് ഹസ്ബൻഡും വൈഫും കൂടി എടുത്ത ലോൺ, അല്ലെങ്കിൽ വീട് രണ്ടുപേരുടെ പേരിലാണ്. ഇങ്ങനത്തെ അവസരങ്ങളിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൽ ആർക്കാണ് ഇത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഹസ്ബൻഡിന് പറ്റുമോ, വൈഫിന് പറ്റുമോ, അതോ രണ്ടുപേർക്കും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ റീപേ ചെയ്യുന്നത്. രണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് വരുന്നത് നമ്മൾ അടച്ചാലും ഇല്ലെങ്കിലും ആ വർഷത്തിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വർഷത്തിൽ എത്രയാണോ ഇൻട്രസ്റ്റ് വരുന്നത് അത് മുഴുവൻ നമുക്ക് ക്ലെയിം ചെയ്യാം. പ്രിൻസിപ്പലിൻ്റെ എമൗണ്ട് നമ്മൾ ആക്ച്വലി എത്രയാണോ അടച്ചിരിക്കുന്നത് ആ എമൗണ്ടേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു 2 EMI അടച്ചിട്ടില്ല എങ്കിൽ ആ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ വന്നു, ആ കൂടുതൽ പൈസ നമ്മൾ ഹൗസിംഗ് ലോണിലേക്ക് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ അടച്ചിട്ട എമൗണ്ട് കൂടി പ്രിൻസിപ്പലിലേക്ക് പോകുന്ന ടോട്ടൽ എമൗണ്ട് നമുക്ക് ആ വർഷത്തിൽ തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും തമ്മിലുണ്ട്. ഇനി നമ്മുടെ ഈ ചോദ്യത്തിൽ ഉള്ള ഒരു ഇഷ്യൂ, ഹസ്ബൻഡും വൈഫും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോൾ, ഇതിൽ പറയുന്നത് ഈ പ്രിൻസിപ്പളിൻ്റെ കേസിൽ നമ്മുടെ നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എടുത്ത എമൗണ്ട് ആണല്ലോ തിരിച്ചടക്കുന്നത്. ആ ലോൺ ഞാനെടുത്ത ലോണായിരിക്കണം, എന്നാലേ എനിക്ക് അതിനുള്ള ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് എടുത്ത ലോണാണെങ്കിൽ ഹസ്ബൻഡിന് അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോൺ ജോയിൻ്റ് ആണെങ്കിൽ മാത്രമേ ഈ 2 പേർക്കും അതിൻ്റെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്തിനു വേണ്ടി എടുത്ത ലോൺ എന്നുള്ളൊരു ഇത് കൂടിയുണ്ട്. എനിക്ക് വീട് വാങ്ങിക്കാൻ വേണ്ടി എടുത്ത ലോൺ എന്നുള്ളതാണ്. അപ്പോൾ ആ ഓണർഷിപ്പ്, ആ അസറ്റ് വാങ്ങിയതിൻ്റെ ഓണർഷിപ്പിലും 2 പേർക്കും ഓണർഷിപ്പ് ഉണ്ടെങ്കിലേ ആ ഡിഡക്ഷന് 2 പേർക്കും എലിജിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ലോൺ എടുത്തതും 2 പേരുടെയും പേരിലായിരിക്കണം, വീടും 2 പേരുടെയും പേരിലായിരിക്കണം, എന്നാലേ ഈ ഡിഡക്ഷന് എലിജിബിലിറ്റി ഉള്ളൂ. ഇനി ഈ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കേസിൽ ഈ അടച്ചത് ആരാണോ അയാൾക്ക് എലിജിബിലിറ്റി ഉള്ളൂ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡാണ് ഈ EMI അടക്കുന്നതെങ്കിൽ ഹസ്ബൻഡിന് മാത്രമേ എലിജിബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു അക്കൗണ്ടിൽ നിന്നായിരിക്കും ഫണ്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്, EMI പോകുന്നത്. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ അതിൽ വൈഫിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി വരുന്നുണ്ട് എന്നുള്ളൊരു റെക്കോർഡ്സും കൂടി കീപ്പ് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ പിന്നീട് വരുന്നൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 പേർക്കും, ഹസ്ബൻഡിനും വൈഫിനും ജോയിൻ്റ് ആയിട്ടുള്ള വീടാണ്, ജോയിൻ്റ് ആയിട്ടുള്ള ലോണാണ്. ഇനി എങ്ങനെയാണ് ഇത്, എത്ര എമൗണ്ടാണ് ഈ ഓരോരുത്തർക്കും ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഈ അസറ്റ്, അതായത് വീടിന് 70% വൈഫിനും 30% ഹസ്ബൻഡിനും, അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ക്ലെയിം ചെയ്യാം. ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ജനറലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50-50 ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റിൻ്റെ 50% വൈഫിനും ടോട്ടൽ ഇൻട്രസ്റ്റിൻ്റെ 50% ഹസ്ബൻഡിനും ക്ലെയിം ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോണിലും ഈ ഇതിൻ്റെ ഓണർഷിപ്പിൽ 2 പേർക്കും 2 പേരും ജോയിൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ 2 പേർക്കും ഇതിലുള്ള ക്ലെയിം വരുന്നുള്ളൂ.